മൊയ്തീനെ, മൈ സൺ മൊയ്തീനെ, അകത്ത് കുത്തിയിരിക്കാണ്ടായിരുന്നു വാ. എനിക്ക് തന്നെ സംശയം. ഞാനിപ്പോ ജംഗ്ഷനിൽ ഇറങ്ങുമ്പോ ആൾക്കാർ ഇന്നെ കണ്ട് ഭയങ്കര ചിരി. എന്താണ് കാരണം? ഇന്നലെ വാപ്പ തെങ്ങിന്റെ മോളിൽ കയറിയപ്പോ ഞാൻ താഴെ നിന്ന് ഒരു ഫോട്ടോ എടുത്ത് വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇട്ടിട്ടു. പടച്ചോനെ, അതെല്ലാവരും കണ്ടു കാണും. എന്നാലും നിങ്ങൾക്ക് കിട്ടിയ ഒരു ലൈക്ക്. എന്താണ് എന്റെ മൊബൈലിൽ ഒരു ശബ്ദം കേൾക്കുന്നത്? ഒന്ന് നോക്ക്. വാപ്പയ്ക്ക് ഉമ്മയും അപ്പുറത്തെ വീട്ടിലെ സുമതി ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചിരിക്കുന്നു. ആണോ? സുമതി അക്സെപ്റ്റ് ചെയ്തിട്ട് എന്റെ ഉമ്മാനെ റിജക്ട് ചെയ്യും. അവളറിയില്ല. ഇതെന്താണ് വാപ്പ ഇത്? നിങ്ങൾ 35,000 രൂപയുടെ മൊബൈല് വാങ്ങിച്ചിരിക്കുന്നു. അതെ, ഈ കാശ് കൊണ്ടൊരു കറക്കണ പശുവിനെ വാങ്ങിച്ചിരുന്നെങ്കിൽ എന്തോരം പ്രയോജനം ഉണ്ടായിരുന്നു വാപ്പ. 35,000 രൂപ മുടക്കി ഞാനൊരു പശുവിനെ വാങ്ങിയാലേ ഈ പശുവിന്റെ ഏത് വഴിയാരാ ഞാൻ വാട്സാപ്പിൽ കയറുന്നത്? ഇവിടെ പശുവിന്റെ ഏത് വഴിയാരാ ഞാൻ ഫേസ്ബുക്കിൽ കയറുന്നത്? അതുപോലെ ഈ പശുവിന്റെ എവിടെ കൂടെയാരാ ഞാൻ ചാറ്റ് ചെയ്യേണ്ടത്? ഇതൊന്ന് പറഞ്ഞതാ. പിന്നെ അന്റെ അടുത്ത് എനിക്കൊരു കാര്യം പറയാൻ വേണ്ടി ഇരിക്കുക. രാത്രി 2 മണിക്ക് ശേഷമുള്ള അന്റെ ചാറ്റിംഗ് അത്ര നന്നല്ല. അത് വാപ്പ എങ്ങനെ അറിഞ്ഞു? അനക്കൊരു TK സിസിലിനെ അറിയോ? അറിയാം വാപ്പ. അത് എന്റെ ഫേക്ക് അക്കൗണ്ടാണ്. അതിലോട്ട് ഈ ഒരു പടയച്ചില്ല. അത് കണ്ടപ്പോഴാണ് ഈ പാപ്പാക്ക് മനസ്സിലായത്, നീ ഒരുപാടങ്ങ് വളർന്നു പോയി മൊയ്തീനെ. അപ്പൊ ഞാൻ കൊടുത്ത കിസ് ഒന്നും മിസ്സായില്ല. എല്ലാം ഈ പാപ്പാക്ക് മൊയ്തീനെ പണ്ടത്തെ പെമ്പിള്ളാരെ പോലെ അല്ല ഇപ്പോഴത്തെ. വളരെ സൂക്ഷിക്കണേ. അതെന്താ വാപ്പ? പണ്ടത്തെ പെമ്പിള്ളാരെന്ന് പറഞ്ഞാൽ ആരെങ്കിലും പ്രേമിച്ചു കഴിഞ്ഞാൽ വയറ്റിലാകൂ എന്നൊരു പേടിയാണ്. പക്ഷെ ഇപ്പോഴത്തെ പെമ്പിള്ളാരെന്ന് പറഞ്ഞാൽ അതൊക്കെ വൈറലാകൂ എന്നുള്ള പേടി. ഞാൻ സൂക്ഷിച്ചോളാം പാപ്പ. നിക്ക്. എന്താണ് വാപ്പ? കാഞ്ചന ലൈനുമായിട്ട് അനക്കെന്താണ് ബന്ധം? അങ്ങനെ പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല പാപ്പ. ഞങ്ങളിങ്ങനെ തിയറി ക്ലാസ്സിൽ ഒരുമിച്ചിരുന്ന് ഇങ്ങനെ. എന്റെ തിയറി ഞാൻ കേട്ടത് നീ പ്രാക്ടിക്കലും തുടങ്ങിയെന്ന. കാഞ്ചന ലൈനെ നിക്കാഹ് കഴിക്കാൻ ഞാൻ സമ്മതിക്കൂല പാപ്പ. ഇരവിഴിഞ്ഞി പുഴ. ഇരവിഴുങ്ങ നീ ആരടാ മലമ്പാണ്? എടാ ഇരവിഴിഞ്ഞി പുഴ. ആ പുഴ പിഴല്ലടാ പിഴച്ചവനെ പോയാ. പാപ്പ, ഇരവഴിഞ്ഞപ്പുഴ belongs to Adiganti. കാഞ്ചനലൈന belongs to me. മൊയ്തീനെ, നീ എന്റെ കാശം മനസ്സിൽ വെച്ചാലും ശരി, എനിക്കൊന്നേ പറയാനുള്ളൂ. നോ ഗ്രാസ് വിൽ വാക്ക് ഹിയർ. എന്നുവെച്ചാ ഇവിടെ ഒരു പുള്ളി നടക്കില്ലാലും. ഇനി നീ കാഞ്ചനലൈനയുടെ പുറകെ നടന്നു കഴിഞ്ഞാൽ എന്റെ മൊബൈലിൽ കിടക്കുന്ന അവളുടെ ഫോട്ടോ എല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്യും. പാപ്പ ഡിലീറ്റ് ചെയ്താ ഞാൻ ഗൂഗിളിൽ കയറി ഡൗൺലോഡ് ചെയ്യും. എന്നെ എന്റെ ഗൂഗിളിൽ ഞാൻ ചവിട്ടി പൊട്ടിക്കും. നമുക്ക് പിന്നെ നീ യൂട്യൂബിലൂടെ മൂത്രമൊഴിക്കേണ്ടി വരും. പാപ്പ പോയി ഈ മാവിന്റെ മണ്ടയിൽ ഇറങ്ങി വാ. Our marriage is big problem. But why? In my house, no bathroom, only 2 kachalikada with Sagaran Kiriya Tarpal. No Shaujale, only Veli Pradesh. Daddy and me. 2 countries. Correct. മൊയ്തീനെ കല്യാണം കഴിക്കാൻ വേണ്ടി മൊയ്തീന്റെ ബാത്റൂം കെട്ടുന്നത് വരെ എത്ര കാലം വേണമെങ്കിലും കാത്തിരിക്കും. ഈ കാഞ്ചന ലൈന തയ്യാറാണ്. എത്ര കാലം കാത്തിരിക്കും? എത്ര കാലം വേണമെങ്കിലും.
മൊയ്തീനെ അല്ലയ്യ a plus b the whole square equal a square minus b ab square ac b ഇപ്പൊ കണക്കൂട്ട ഏകദേശം പഠിച്ചില്ല പഠിപ്പിച്ച് അവസാനം ഈ വീടൊരു അംഗനവാടിയാക്കി നീ മാറ്റരുത് മൊയ്തീനെ. അനക്കെന്താണ് നമ്മളെ പോലെ കാര്യം? അത് പിന്നെ ഒരു സംശയം തീർക്കാൻ വന്നതാ ബാബ. പണ്ട് ഇതുപോലൊരു പെണ്ണിവിടെ സംശയം തീർക്കാൻ വന്ന് അതാരാ ബാപ്പ? അതാണ് എന്റെ ഉമ്മ ഖദീജ. അപ്പൊ നമ്മുടെ കാര്യം എളുപ്പമായില്ല. മൊയ്തീനെ ഞാൻ അവസാനമായിട്ട് പറയുന്നു, ഈ നിക്കാഹ് നടക്കില്ല. കാരണം ഉത്തരമുട്ടുമ്പോ ബാഹുബലി കഴിക്കരുത് ബാപ്പ. ബാഹുബലിയല്ല, വായിൽ ഈ ചേരി പോയതാണ് പറയാ. ഈച്ചയാണോ ബാഹുബലിയാണോ ബാപ്പ? രണ്ടായാലും രാജമൗലി കൊള്ളയാണ്. കൂടുതൽ വേല കാണിച്ച അന്നെ ഞാൻ കൂട്ടിയിൽ കൊന്നുകളയും നമുക്ക്. ഇത് പരസ്പരം സീരിയലിലെ തോക്കിനെക്കാളും ഇടിയണല്ലേ ബാപ്പ. അതും കൊള്ളില്ല. കാഞ്ചന നീ എന്റെ പുറകെ പോ. ഞാൻ പോവില്ല ബാബ. ഈ അവസാന നിമിഷം ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ എവിടെ പോയി ഒരു ബോയ് ഫ്രണ്ടിനെ തപ്പും ബാബ. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഈ നിക്കാഹ് നടക്കില്ല. അതെന്താണെന്നാണ് ചോദിച്ചത്. അതൊരു നീണ്ട കഥയാണ്. പണ്ട് ഞാൻ ഒരു പാർട്ടിയിൽ നിന്നും മറ്റൊരു പാർട്ടിയിലേക്ക് കാലുമാറി രസിച്ചു നടക്കുന്ന കാലം. അന്നൊരു ചെറിയ ഇഷ്യൂ ഉണ്ടായി. ആ ഇഷ്യൂവിൽ ഞാൻ ഒളിവിൽ താമസിക്കാൻ പോയത് ഈ നിൽക്കണ കാഞ്ചന രേഖയുടെ ഉമ്മാന്റെ വീട്ടിലാണ്. അന്നൊരു കോരിച്ചൊരിയണ മയത്ത് അത് സംഭവിച്ചു. എന്ത്? നമ്മുടെ ഒരു ശക്തി പ്രകടനം. അവളൊന്നൊരു പ്രതിഷേധ പ്രകടനം നടത്തിയിരുന്നെങ്കിൽ, ഒരു ചെറിയ മുദ്രാവാക്യം വിളിച്ചിരുന്നെങ്കിൽ ഞാൻ ഓടിത്തള്ളിയേനെ മൊയ്തീനെ, ഞാൻ ഓടിത്തള്ളിയേനെ. പക്ഷെ അവളുടെ പക്ഷത്ത് നിന്നുണ്ടായത് വെറും മൗനജാതം മാത്രം. മൗനജാത. അന്റെ ഈ ബാപ്പാക്ക് പറ്റിയ തെറ്റാനടാ ഈ നിക്കടെ കാഞ്ചന നെയ്യ. അപ്പൊ ബാപ്പ പറഞ്ഞു പറഞ്ഞത് ഓൾ എന്റെ പെങ്ങളാടാ, പെങ്ങള്. പിന്നെ ഞാൻ പോട്ടെയാണല്ലേ. ശരി പെങ്ങൾ, see you. ഓള് പോയില്ല. എങ്ങനെയുണ്ട് മൊയ്തീനെ എന്റെ ഐഡിയ? കിളക്കി വാപ്പ, കിളക്കി. എങ്ങനെ ഓളെ എന്റെ തലയിൽ നിന്ന് ഊരണമെന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വാപ്പ. ഇനി നീ പുതിയ പൂക്കളുടെ പുറകെ പറക്ക് മൊയ്തീനെ. Thank you.